ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ഇന്ന് എനിക്ക് കുറച്ചധികം ബോഡി പെയിൻ ഉണ്ട് കേട്ടോ. ബെഡിൽ നിന്ന് എനിക്ക് നല്ല ബുദ്ധിമുട്ട്. ഞാൻ ഇങ്ങനെ ബെഡിൽ സ്റ്റിക്കായി കിടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പറിച്ചെടുത്ത് കൊണ്ടുവന്നാന്ന് തന്നെ പറയാം. അലാം അടിഞ്ഞിട്ടൊന്നും എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇന്ന് സ്കൂളില്ലാത്ത ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇടിപിടി എന്നുള്ള പരിപാടികളൊന്നുമില്ല. കുറച്ച് കാമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസം തന്നെയാണ് ഈ സ്കൂളില്ലാത്ത ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഇതാ അവിടെ നമ്മൾ ചിയാ സീഡിൻ്റെ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ എന്നും കാണിക്കുന്ന പോലത്തെ ഒരു വ്ളോഗല്ല, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അതുപോലെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കഴിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കാണിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ ഡെയിലി കാണിക്കുന്ന മോർണിംഗ് റൊട്ടീൻ മാത്രം കാണിച്ചാൽ ഇത് കംപ്ലീറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് ഞാൻ എന്താണ് ഫുൾ ഡേ കഴിക്കുന്നത് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്ക് എക്സസൈസ് ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ഞാനൊരു ദിവസം ഇപ്പം എൻ്റെ അടുത്ത് ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം എനിക്ക് വേറെ ആരുടെ ഫോൺ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് എക്സസൈസാണ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചെയ്തുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇങ്ങനെ പോട്ടെ. പിന്നെന്താ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. വെൽക്കം ടു അസീസ് വേൾഡ്. ഇറ്റ്സ് മീ റസി. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞു കേട്ടോ. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ഇതാ മനു ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മനു? സൂപ്പർ സൂപ്പർ. ചെയ്തോണ്ടിരിക്കുമ്പോഴേ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും ആശാൻ ചോദിക്കും, ഇത് ഫുള്ള് ചെയ്യണോ, ഇത്ര മതിയോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു വേണ്ട, ചെയ്യേണ്ടതെന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ചെയ്താൽ മതി, നിർത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചാടി കളിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, നമ്മളെ കൊണ്ട് തന്നെ പറ്റുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കിപ്പോൾ സ്ട്രെസ്സിനൊക്കെ നല്ല റിലീഫുണ്ട്. സീരിയസ്ലി ഞാൻ പറയുന്ന സത്യമാണ്. അപ്പോൾ നന്നായിട്ട് സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നവർ ഡിപ്രഷനിലേക്കൊക്കെ പോവും എന്ന് തന്നെത്താൻ തോന്നുമല്ലോ സ്ട്രെസ് അടിച്ചിട്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ വാക്ക് ചെയ്യുക. നല്ല റിലീഫ് ഉണ്ടാവും, മൈൻഡിന് തന്നെ നല്ല സുഖം ഉണ്ടാവും. എനിക്കിപ്പോൾ അത് നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിനി എന്താ ഡ്രിങ്ക് കുടിക്കാണ്ട്. നമ്മളെ മാജിക്കൽ ഡ്രിങ്ക് ഒന്നും കുടിച്ചിട്ടില്ല, അത് കുടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് പ്രിപ്പറേഷൻ ഉണ്ട്. അതിനിടയ്ക്ക് ഒരു ഫേസ് പാക്ക് ഇടണം. ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു 2-3 ദിവസം ഞാൻ പാക്ക് ഇടും. എന്താ വെച്ചാൽ ഫേസിൽ പിമ്പിൾസ് വരുമ്പോൾ മാത്രം ഇടുന്നതാണ്. ഇന്നലത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ട് എല്ലാവർക്കറിയാം. ഞാൻ ഒരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിടണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇനി ഇരുന്നാൽ ശരിയാവില്ല. ഇപ്പോൾ ബ്രീത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് പോകാം. ഇനി നമ്മൾ നമ്മളുടെ മാജിക്കൽ ഡ്രിങ്ക് കുടിക്കാൻ പോവാണ്. ഇത് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചോണ്ട് അത്യാവശ്യം ചൂടൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഒരു ലൈറ്റ് ചൂടിൽ കുടിക്കുന്നതാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ വാം വാട്ടറൊക്കെ കുടിക്കുമ്പോൾ മാത്രമാണല്ലോ നമ്മളുടെ ഫാറ്റൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുടിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇത് ലൈറ്റ് ചൂട് തന്നെ കുടിക്കുക. അല്ലാതെ കുടിച്ചാലും ഓക്കെയാണ്. ഈ വെള്ളം ഉണ്ടാക്കി വെച്ച വൈകുന്നേരം വരെ എടുത്ത് കുടിക്കുക. ഞാൻ ആകെ ഇതൊരു 2 ടൈംസൊക്കെ കുടിക്കുകയുള്ളൂ. ചിലപ്പം രാവിലെ 2 ഗ്ലാസ് കുടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഈവനിങ് ഒരു ഗ്ലാസും കൂടെ കുടിക്കും. അത്രയേ ഉള്ളൂ. അത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് തൊട്ട് ഇതിൻ്റെ ഒരു ലൈറ്റ് കളർ കാണുന്നില്ലേ, ഇന്നലെ വരെ ഇതിന് കുറച്ച് ഡാർക്ക് കളറായിരുന്നു. ഇന്ന് തൊട്ട് ലൈറ്റ് കളർ കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശർക്കര ചെറുതായിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത്, ചെറുതായിട്ടല്ല കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തെന്ന് പറയാം. ഞാൻ മധുരം നന്നായിട്ട് സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു നേരം കുടിക്കുന്ന ഈ ശർക്കര ഇട്ടുള്ള ഈ പാനീയത്തിൽ നിന്ന് നമ്മുടെ ശർക്കരയെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കയറ്റുന്ന പ്രശ്നമില്ല. മധുരം നന്നായിട്ട് കുറയ്ക്കാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ. ആദ്യം ഞാൻ പഞ്ചസാര ഒഴിവാക്കി ശർക്കരയിലോട്ട് മാറി. പിന്നെ ഞാൻ ശർക്കര ഒഴിവാക്കി ഇപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. ഇതാ എൻ്റെ ഫേസൊക്കെ കണ്ടില്ലേ. ഇന്നലെ ഞാൻ പാക്ക് ഇട്ടതിൻ്റെ റിസൾട്ട് ഇതാ ഇവിടെ ഒരു വലിയ ഉണ്ടപ്പം കുരു മാത്രമേ ഉള്ളൂ. നെറ്റിയിലുണ്ടായിരുന്ന ഉണ്ടപ്പം കുരുവൊക്കെ പോയിട്ടുണ്ട്. അതാണ് എൻ്റെ മാജിക്കൽ ഫേസ് പാക്കിൻ്റെ ഒരു ഗുണം. ഇതിലൊരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 2-3 ഡേയ്സ് മാക്സിമം ഒരു 4 ഡേയ്സ് ഇടുമ്പോഴേക്കും എൻ്റെ ഫേസ് അടിപൊളിയായിട്ട് ക്ലിയർ ആവാറുണ്ട്. വന്ന പിമ്പിൾസൊക്കെ എങ്ങോട്ടാണ് പോയെന്ന് പോലും അറിയില്ല, ഒരു അടയാളം പോലും ഉണ്ടാവാറില്ല കേട്ടോ. അത്രയ്ക്ക് വൃത്തിയായിട്ട് എനിക്ക് ഓക്കെ ആയിട്ട് കിട്ടാറുണ്ട്.
എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഒരു ഓയിലി സ്കിന്നാണ്. ഞാൻ ചുമ്മാ ഇരുന്നാൽ മതി, അത് നല്ല എണ്ണപ്പാടായിട്ട് വരും. പിന്നെ ഞാൻ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായാൽ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് പിമ്പിൾസ് പൊങ്ങും. ഒരു ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലും ഞാൻ അകത്തോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പിമ്പിൾസ് പൊങ്ങും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്കിൻ ടൈപ്പാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ എനിക്കിങ്ങനെ തന്നെ വരികയും വേണം. എനിക്ക് എന്തെങ്കിലും മുഖത്തൊക്കെ തേക്കുന്നത് തന്നെ, എൻ്റെ തലയിൽ എണ്ണ തേക്കുന്നത് തന്നെ അത്യാവശ്യം മടിയുള്ള ആളാണ്. അങ്ങനത്തെ എനിക്ക് ഇങ്ങനെ ഉള്ള കാര്യം തന്നെ വരണം. ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ നെക്കിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് സൺ ടാനൊക്കെ നന്നായിട്ട് മാറ്റുകയും ചെയ്യും കേട്ടോ. നമ്മുടെ പിമ്പിൾസ് മാറ്റുക മാത്രമല്ല സൺ ടാനൊക്കെ നല്ല ചേഞ്ച് വരുത്തും. അപ്പോൾ ഇതാ ഞാനിതൊക്കെ തേച്ചിട്ട് ഇതിൻ്റെ കൂടെ എൻ്റെ ഹെയറിൽ ഞാൻ നമ്മളുടെ ഡ്രിങ്ക് ഉണ്ടല്ലോ ഇപ്പോൾ ഉണ്ടാക്കുന്ന, അതിലിപ്പോൾ ഞാൻ മധുരം ഇടുന്നില്ലല്ലോ, ഉലുവ ജീരകം സിനമൺ ഇട്ടിട്ടുള്ള ഡ്രിങ്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം അത് ഞാൻ തലയിൽ തേക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് വിശന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പേരക്ക കട്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന്. നമ്മുടെ വലിയ ഉണ്ടപ്പം പേരക്ക ഉണ്ടല്ലോ, അതാണ് ഞാൻ കഴിക്കുന്നത്. അതിനെന്താ മലേഷ്യൻ പേരക്കാന്നോ അങ്ങനെ എന്തോന്ന് പറയും തോന്നുന്നു. ഇതിന് ചെറിയൊരു മധുരമേ ഉള്ളൂ. മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു പുളിയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലുള്ള പേരക്കയാണ് ഇഷ്ടം. ഒരുപാട് പഴുത്ത പേരക്ക എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അങ്ങനെ ഞാൻ കഴിക്കാറില്ല. പിന്നെ ഇപ്പോൾ ഫ്രൂട്ട്സിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നും കഴിക്കാനില്ലല്ലോ, ഇതൊക്കെ ശരണം. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പോയി ഒരു ഡീപ്പ് ബാത്തൊക്കെ കഴിഞ്ഞ് ഇവിടെ അൽ സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു എന്താ പറയുക, നമ്മുടെ ഒരു ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഓറഞ്ച് ഉണ്ടല്ലോ അത് ജ്യൂസാക്കിയിട്ട് കുടിക്കുകയാണ്. മധുരമില്ല കേട്ടോ. അതുകൊണ്ട് എന്ത് കുടിക്കുകയാണെങ്കിലും എനിക്ക് ഇപ്പം ഒരു കഷായം കുടിക്കുന്ന ഒരു ഫീലാണ്. മധുരം ഇല്ലാണ്ട് ഇങ്ങനെ ഇറക്കി വിടുന്നത് കുറച്ച് പാടാണ്. ഞാൻ മരുന്ന് കഴിക്കുന്ന പോലെ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. മനുവും തീനും ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എന്താ കഴിക്കുന്നതെന്ന് കാണട്ടെ. കണ്ടോ, ഇന്ന് മാന്തക്കറിയാണ് കേട്ടോ. മാന്ത മുളകിട്ടത്. ആരും നുണയൊന്നും വെക്കല്ലേ. പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ട്. പിന്നെ വെള്ളം, അത്രയേ ഉള്ളൂ. ചെറിയൊരു പോർഷൻ ചോറ് എടുത്തുള്ളൂ കേട്ടോ. അതാ കാണിച്ചു തരാം. ഇത്രയും ചോറ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചിട്ട് വരാം. നല്ല വിശപ്പുണ്ട്. രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തവരെ ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കിച്ചണൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. റെസ്റ്റ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ഉറങ്ങാനൊന്നുമല്ല, കുറച്ച് സമയം ഫോണിൽ കളിച്ചിങ്ങനെ ഇരിക്കുക. ഞാൻ പകലെങ്ങാനും ഉറങ്ങിപ്പോയാൽ എനിക്ക് ഉറപ്പായിട്ടും രാത്രി ഒരു തുള്ളി ഉറക്കം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പകലുറക്കം ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്യാറുണ്ട്. ഞാൻ മാക്സിമം ടൈം ഫോണിലാണ് സ്പെൻഡ് ചെയ്യാറ് കേട്ടോ. ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പുറത്തിറങ്ങി വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ എന്താ പറയുക, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കഷ്ടകാലമാണ്. എനിക്ക് രാത്രിയിൽ ഉറക്കം കിട്ടിയില്ലേ ചുമ്മാ അങ്ങനെ പേടിയൊക്കെ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നല്ലോണം ഉള്ള ആളാണ് ഞാൻ. ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇമാജിൻ ചെയ്യും, പുറത്താരോ നിൽക്കുന്നുണ്ട്, ആരോ വീടിനകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും. അങ്ങനെയുള്ള പരിപാടിയുള്ള ഒരാളാണ് ഞാൻ. എന്താ ഇനി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ബോട്ടിൽ വെള്ളം നിറയ്ക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ നമ്മുടെ ചിയാ സീഡ് ഡ്രിങ്കിലേക്ക് സ്ക്വീസ് ചെയ്ത ലെമണിൻ്റെ ബാക്കിയാണ്. അത് ഞാൻ എന്താ പറയുക, ഇത് സെക്കൻഡ് ട്രിപ്പാണ് സ്ക്വീസ് ചെയ്യണത്. ഇനിയിപ്പോൾ ഇതിനകത്ത് സ്ക്വീസ് ചെയ്തെടുക്കാൻ ഒരു സംഭവമില്ല എന്നുള്ളത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ അതിനകത്തേക്ക് ആ തൊലി മുഴുവനായിട്ട് ഇട്ട് കളഞ്ഞത് കേട്ടോ. ചെറിയ തോതിലാണ് ഞാൻ നമ്മളുടെ ഉപ്പുണ്ടല്ലോ അത് ചേർക്കുന്നത്. എനിക്ക് ഓൾറെഡി ലോ ബിപിൻ്റെ ആളാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഉപ്പ് ചേർത്തിട്ട് കുടിക്കുമ്പോൾ ടേസ്റ്റും ഉണ്ടാവും, എൻ്റെ ബോഡിക്ക് അത് എന്താ എഫക്റ്റബിളുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയാണ്. ഇതിപ്പോൾ രാത്രിയിലാണ് കേട്ടോ. രാത്രിയിൽ ഞാൻ ഓവർനൈറ്റ് ഓട്സാണ് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഓട്സിൽ നമ്മുടെ ഫ്ലാക്സ് സീഡും ചിയ സീഡും ഓട്സ് വീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് എൻ്റെ ഡിന്നർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിയ സീഡിനുള്ള ഡ്രിങ്ക് ഉണ്ടല്ലോ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നത്, അത് നമ്മുടെ ആ സ്കൈ ബ്ലൂ ബോട്ടിൽ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉലുവ ജീരകം സിനമൺ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ്. ഇനി ഞാൻ ഓട്സ് സോക്ക് ചെയ്തത് നമ്മളുടെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇത് ഓവർനൈറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്ക് പോയിട്ട് ഡിന്നർ കഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡിന്നർ ടൈം ആയിട്ടോ. ഇതാ ഞാൻ ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കിയത്. ഉള്ളിൽ മുട്ട
ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഓണിയന് ക്യാബേജ് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു ഫില്ലിങ് ഉണ്ട് ഉള്ളിൽ. പിന്നെ അത് ആശാമാർ ചോറാണ്. ഉച്ചക്കുള്ളത് പോലെ തന്നെ നമ്മുടെ മാന്തക്കറിയും ഉപ്പേരിയൊക്കെയാണ്. പിന്നെ ഒരു മുട്ട പൊരിച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാണ്. ഇതുവരെ കണ്ട് എന്താ പറയുക, എൻ്റെ ഈ ജേർണിയിൽ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ.